This video is sponsored by Skyle. വെൽക്കം ബാക്ക് ടു ഗെയിം വറുത്തത് ഫ്രം ട്രിപ്ലേ ഗെയിമിംഗ്. ഇന്ന് നമ്മൾ ചട്ടിയിൽ എണ്ണയിട്ട് നല്ല ഫ്ലെയിം കൂട്ടി വറുക്കാൻ പോകുന്നത് ആന്തം. യെസ്, ആന്തം നമ്മളൊരു വലിയ പാഠം പഠിപ്പിച്ച ഒരു ഗെയിമാണ്. ജന്മത്ത് ഒരൊറ്റ ട്രെയിലറിനെ വിശ്വസിക്കില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ഗെയിം. ഈ ഗെയിം അയൺമാൻ സ്യൂട്ടിനുള്ളിലെ ടോണിച്ചാനെ പോലെ വാനിൽ പറന്ന് പറന്ന് ഉയരങ്ങൾ കീഴടക്കും എന്ന് കരുതിയ ഒരു ഗെയിമാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പക്ഷെ പറഞ്ഞതുപോലെ അത് അറം പറ്റി. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. ഗെയിം ഇറങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, ഡെവലപ്പേഴ്സും ക്രിയേറ്റേഴ്സും നിലം തൊട്ടിട്ടില്ല, വാനങ്ങളിൽ നിന്ന് വാനങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമുക്കൊന്ന് പിന്നിലേക്ക് പോവാം, ഒരു 2017 ഗെയിമിംഗ് ലോകത്തെ മുഴുവൻ കിട്ടുകിട്ടാ വിറപ്പിച്ച മാസ് എഫക്ട് സീരീസിനും ഡ്രാഗൺ ഏജും ഒക്കെ പടച്ചുവിട്ട ദ കിങ് മേക്കേഴ്സ് ബയോവെയർ ഒരു പുതിയ സ്കൈ-ഫൈ അഡ്വഞ്ചർ ഗെയിം വരുന്നുണ്ടെന്ന് പറയുന്നു. ഷൈനി സ്യൂട്ട്സ്, ജെറ്റ് പാക്സ്, എപ്പിക് വേൾഡ്സ്. ശരിക്കും പറഞ്ഞാൽ അയൺമാൻ്റെ മാസ് എഫക്റ്റിലുണ്ടായ ഐറ്റം ആയിരിക്കും എന്ന് കരുതി പോകുന്ന പോലത്തെ ഒരു സാധനം. അതിൻ്റെ കൂടെ അവന്മാരൊരു ട്രെയിലറും കൂടെ ഇറക്കി വിട്ട്. ഫ്ലവർ അല്ലായിരുന്നു, ഫയർ ആയിരുന്നു. ബയോവെയർ എന്ന പേര് തന്നെ മതിയല്ലോ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സൈഫൈ അഡ്വഞ്ചറിന് ഹൈപ്പ് കൂട്ടാൻ. കൂടെ ഈ ട്രെയിലറും കാര്യങ്ങളും കൂടെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ, പീപ്പിൾ വെയർ ഹൈപ്ഡ് ബിയോണ്ട് ബിലീഫ്. ആൻഡ് ദെൻ ആ ദിവസം വന്നെത്തി, ദ ലോഞ്ച് ഡേ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കോൺസോൾ കത്തിപ്പോവാതെ ഗെയിമിൻ്റെ ലോഡിംഗ് സ്ക്രീൻ എങ്കിലും കഴിഞ്ഞ് കാണാം. ഇനി അതും കഴിഞ്ഞ് ഗെയിമിലേക്ക് കയറുമ്പോഴാണ് നമ്മളോട് ആ ചോദ്യം ചോദിക്കണം, ഡേയ് ഗെയിമിൻ്റെ ബാക്കി എവിടെ? ട്രെയിലറിൽ കണ്ട ആ ഒരു ഓപ്പൺ വേൾഡ് എക്സ്പ്ലോറേഷൻ ഓർമ്മ വേണ്ട നിങ്ങൾക്ക്? എങ്കിൽ അതെല്ലാം ലോഡിംഗ് സ്ക്രീൻ കൊണ്ട് റിപ്ലേസ് ചെയ്തെന്ന് തോന്നുന്നു. ഗെയിമിൽ അത് വെറും ലോഡിംഗ് സ്ക്രീൻ അല്ല, ചില ലോഡിംഗ് സ്ക്രീനൊക്കെ മിക്കവരുടെയും വാക്ക് ത്രൂവിനെക്കാട്ടിലും ലെങ്തി ആയിരുന്നു. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. നമുക്ക് സ്റ്റോറിയെ കുറിച്ച് സംസാരിക്കാം. അല്ലെ നിക്കേ, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെന്ന് ആലോചിച്ചിട്ട്. വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല, പിന്നെ ഒരു ഓഫീസ് ആകുമ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. അതിന്റെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്മാത്ര രമേശിനെ കണക്കൊരു മനുഷ്യൻ പണ്ട് എപ്പോഴോ കണ്ട KGF കഥ ഓർത്തെടുത്ത് പറഞ്ഞ എങ്ങനെയിരിക്കും? അത് പിന്നെ ഒരു ലോഗോ ഉണ്ട്, പിന്നെ നമുക്ക് പറക്കാൻ പറ്റും, പിന്നെ എന്തോ ഒരു ഇടിയും മഴയും ഒക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഫ്രീലാൻസേഴ്സിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറക്കണ കേസ് അത് ഓക്കേഷായിരുന്നു, കാരണം അങ്ങനെ മാനത്തിലോട്ട് അടിച്ചു കയറുമ്പം ഒരു അയൺമാൻ എഫക്റ്റ് ഒക്കെ നമുക്കന്നെ തോന്നും. റോക്കറ്റൊക്കെ വെച്ച് കട്ട ബാഡാസ് ആയിട്ട് പറന്ന് കിടക്കും. പക്ഷെ അവിടെയും കിട്ടും ചിലപ്പോൾ പണി. പ്രമുഖ ഫോണുകളെ കണക്ക് നമ്മൾ ഓവർ ഹീറ്റ് ആവും. എന്നിട്ട് ചില രാജ്യങ്ങൾ വിട്ട റോക്കറ്റ് കണക്ക് പോയ പോലെ തിരിച്ച് ഒരു വരവിങ്ങി വരും. ഞങ്ങൾ പറന്നിടന്ന് ശ്രമിക്കാന്ന് വിചാരിച്ചല്ലേ, നീ താഴെ പോയിട്ട് വാ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന പ്രശ്നത്തിലേക്ക് വരാം, മൂട്ടകൾ. ചില്ലറ വേണ്ടി മൂട്ടകടി അല്ലടാ ഈ ഗെയിമിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആന്തം നമ്മുടെയൊക്കെ വീട്ടിലുള്ള പഴയ ഉപയോഗിക്കാൻ കിടക്കുന്ന സോഫയില്ലേ, സോഫ മാത്രമല്ല സോഫയും ദിവാനും എല്ലാം ഉൾപ്പെടും. ആ സോഫയും ദിവാനിലും ഒക്കെ എത്രത്തോളം മൂട്ടകളുണ്ടോ അത് കണക്കായിരുന്നു ഗെയിമിൽ ക്രാഷസ്. ഒരു ഉപയോഗം ഇല്ലാത്തൊരു AI, എന്തിനേറെ കാണാൻ പോലും പറ്റാത്ത എനിമീസ്. ചിലപ്പോൾ ഉണ്ടല്ലോ ലൂട്ട് പോലും മര്യാദയ്ക്ക് പുറത്തു വരൂല. ഇതായിരുന്നറേ ശരിക്കും ഗെയിം. നമ്മൾ എനിമീസിനെ അല്ല ഫൈറ്റ് ചെയ്യേണ്ട, മൂട്ടകളെയാണ്. പക്ഷെ ബയോവെയർ മാന്യന്മാരാ, we've got big plans, ലൈവ് സർവീസ്, കണ്ടിന്യൂസ് അപ്ഡേറ്റ്, ഇതൊക്കെ വെറും തുടക്കം മാത്രം എന്നാണ് ബയോവെയർ പറഞ്ഞത്. Don't try to play the fool with me, Nikesh. No, it's very bad. പക്ഷെ യവന്മാര് ഈ ഗെയിമിന് മറ്റേ അച്ഛനില്ല ജനിക്കുന്ന കൊച്ചിനെ കണക്കാണ് ട്രീറ്റ് ചെയ്തത്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലോഞ്ചിന് ശേഷം ഒറ്റ അപ്ഡേറ്റ് ഇല്ല, ബഗ് ഫിക്സസ് ഇല്ല, ഒന്നുമില്ല. ശരിക്കും അവർ ഗെയിമിനെ അങ്ങ് അബാൻഡൻ ചെയ്തറേ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആന്തം ഓർമ്മപ്പെടാൻ പോകുന്നത് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും ലോഞ്ച് വീക്കിന്റെ അന്ന് തന്നെ സെർവർ ക്രാഷ് ആയിപ്പോയ ഒരു യോഗമില്ലാത്ത ഗെയിമായിട്ടായിരിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ഫ്ലൈറ്റ് പ്രോമിസ് ചെയ്തിട്ട് അവർ നമുക്ക് തന്നത് ടർബുലൻസ് സിമുലേറ്ററിനെയാണ്. ബയോവെയർ ഇറക്കിയ ആന്തത്തിനുള്ള മോട്ടോ പോലെ ആയിരുന്നു അറിയും, ഗോ ബിഗ് ഓർ ഗോ ഹോം. പക്ഷെ എല്ലാരും ഇറങ്ങി വീട്ടിൽ പോവുമായിരുന്നു. എല്ലാരും വിളിച്ചു. അപ്പോൾ അതൊക്കെ തന്നെ നെക്സ്റ്റ് ബിഗ് തിങ് ഫോർ ബയോവെയർ ആവേണ്ട സാധനമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ആയി തീരാനായിരുന്നു യോഗം. അതുകൊണ്ട് താരമില്ല, മാസ് എഫക്റ്റിൻ്റെ ഒക്കെ ഫാദർ അല്ലേ, they'll come up with something better than ever, I'm sure.
ദിസ് ഇസ് ഫ്രം എ ഹാർഡ് കോർ മാസ് ബിഗ് ഫാൻ. സോ കം ബാക്ക് വിത്ത് ദ ബാങ് മൈ ഗൈസ്. സോ അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഞാനിവിടെ തന്നെ കാണും. അടുത്ത ഗെയിം വറുത്തതുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും. സോ ഞാനിവിടെ തന്നെ കാണും. വി ആർ ഗെയിമേഴ്സ്. നമ്മൾ ചാവില്ലല്ലോ, ഈ ജസ്റ്റ് റീസ്പോണ്ട്. ബൈ. കുറഞ്ഞ ഫീസിൽ നെറ്റ് JRF എന്ന സ്വപ്നം നേടിയെടുക്കാൻ ഒരു സുവർണ അവസരം. എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ക്വാളിറ്റി കോച്ചിങ് ആണ് സ്കൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റ് JRF എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺടാക്ട് സ്കൈൽ ഓൺ 8547262962.